നമസ്കാരം. 18ാം ലോക്സഭയിലേക്ക് നടക്കുന്ന തെരഞ്ഞെടുപ്പ് ഏറെ നിർണായകമാണ്. ഈ രാജ്യം ആരാണ് ഭരിക്കേണ്ടതെന്നുള്ള തീരുമാനം മാത്രമല്ല, ഇന്ത്യൻ ഭരണഘടനയുടെ തകർക്കാൻ കഴിയാത്ത അടിസ്ഥാന സവിശേഷതകൾ നിലനിർത്തുന്നതിനുള്ള പോരാട്ടം കൂടിയാണ് ഈ തെരഞ്ഞെടുപ്പ്. ജനാധിപത്യ മതനിരപേക്ഷതയ്ക്ക് വേണ്ടി നിലകൊള്ളുന്നവരുടെ ഐക്യത്തോടൊപ്പം നവലിബറൽ സാമ്പത്തിക നയങ്ങൾക്കെതിരെ പോരാടുന്നവരുടെ ഐക്യവും പരമപ്രധാനമാണ്. 1991 കോൺഗ്രസ് സർക്കാർ തുടങ്ങിവെച്ച നവലിബറൽ സാമ്പത്തിക നയങ്ങൾ ഇന്ത്യയിലെ സാമ്പത്തിക അസമത്വം വർദ്ധിപ്പിക്കുകയാണ് ഉണ്ടായത്. ദരിദ്ര ജനവിഭാഗങ്ങളുടെയും ശതകോടീശ്വരന്മാരുടെയും എണ്ണം വർദ്ധിച്ചു. ആഭ്യന്തര മൊത്ത ഉൽപ്പാദനത്തിൽ തുടർച്ചയായ മുരടിപ്പ് ദൃശ്യമായി വന്നു. ഇന്ത്യ സൗഹൃദ മുതലാളിത്തത്തിന്റെ വിളനിലമായി മാറി. രാഷ്ട്രീയ നേതാക്കളും കോർപ്പറേറ്റ് കമ്പനികളും രാജ്യത്തെ ധനകാര്യ സ്ഥാപനങ്ങളും ചേർന്ന് പുതിയ കൂട്ടുകെട്ട് രാജ്യത്തെ പാപ്പരാക്കി തുടങ്ങി. 2023 ആഗോള വിശപ്പ് സൂചികയിൽ 125 രാജ്യങ്ങളിൽ ഇന്ത്യയുടെ സ്ഥാനം 111. ലോകത്തെ പട്ടിണിയുള്ള ആൾക്കാരുടെ എണ്ണത്തിൽ ഏറ്റവും കൂടുതലുള്ള രാജ്യമാണിപ്പോൾ ഇന്ത്യ. 2014 55 ലക്ഷം കോടിയുടെ മൊത്തം കടമുണ്ടായിരുന്ന രാജ്യത്തിൻ്റെ ഇപ്പോഴത്തെ കടം 168 ലക്ഷം കോടി രൂപയാണ്. രാഷ്ട്രീയ പാർട്ടികൾ കമ്പനികളിൽ നിന്നും വ്യക്തികളിൽ നിന്നും സംഭാവന വാങ്ങുന്നതിന് പുതിയൊരു സംവിധാനമായി 2018 മുതൽ മോദി സർക്കാർ ആരംഭിച്ചതാണ് ഇലക്ടറൽ ബോണ്ട് പദ്ധതി. 2024 ഫെബ്രുവരിയിൽ സുപ്രീം കോടതി ഈ പദ്ധതി റദ്ദ് ചെയ്തു. ഇലക്ടറൽ ബോണ്ടുകൾ ഭരണഘടനാ വിരുദ്ധമെന്നാണ് നീതിപീഠം അതിനെ വിശേഷിപ്പിച്ചത്. ബോണ്ടുകളിൽ കൂടി ഭരണപക്ഷത്തും പ്രതിപക്ഷത്തുമുള്ള ചില രാഷ്ട്രീയ പാർട്ടികൾ നേടിയ കോടികൾ ആരെയും അത്ഭുതപ്പെടുത്തുന്നതാണ്. 16.518 കോടിയാണ് 2018 മുതൽ ഇലക്ടറൽ ബോണ്ടുകളിൽ കൂടി വിവിധ രാഷ്ട്രീയ പാർട്ടികൾക്ക് കിട്ടിയത്. 7000 കോടി രൂപയിലധികമാണ് BJPക്ക് മാത്രം ലഭിച്ചത്. ഓഡിറ്റ് പ്രകാരം ലാഭമില്ലാത്തതും നഷ്ടത്തിൽ പ്രവർത്തിക്കുന്നതുമായ 45 കമ്പനികൾ 108 കോടി രൂപ ഇലക്ടറൽ ബോണ്ട് മുഖേന ചില രാഷ്ട്രീയ പാർട്ടികൾക്ക് സംഭാവന നൽകിയ വാർത്തകളും പുറത്തു വന്നിട്ടുണ്ട്. നികുതി വെട്ടിപ്പ് നടത്തുകയും കള്ളപ്പണം സമ്പാദിക്കുകയും ചെയ്യുന്ന ഇത്തരം കമ്പനികൾ ഇലക്ടറൽ ബോണ്ടുകളെ സംരക്ഷണ കവചമാക്കി നിർത്തി. ജനപ്രതിനിധികളെയും രാഷ്ട്രീയ പാർട്ടികളെയും വിലക്കെടുക്കാൻ ഇതിൽ കൂടി ഭരണത്തിലൂടെ രാഷ്ട്രീയ പാർട്ടിക്ക് കഴിഞ്ഞു. ഇടതുപക്ഷ പാർട്ടികൾ ഇലക്ടറൽ ബോണ്ടുകളിൽ കൂടി പണം സമ്പാദിച്ചിട്ടില്ല എന്നതും ഇവിടെ ശ്രദ്ധേയമാണ്. നവലിബറൽ സാമ്പത്തിക നയങ്ങളുടെ ഭാഗമായി കേന്ദ്ര പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ ഓഹരി വിറ്റഴിക്കൽ പരിപാടിയുമായി കേന്ദ്രം മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. പ്രതിരോധ മേഖലയിൽ ഉൾപ്പെടെ തന്ത്രപ്രധാനമായ ഒട്ടനവധി സ്ഥാപനങ്ങൾ സ്വകാര്യവൽക്കരിക്കപ്പെട്ടു. നാഷണൽ മോണിറ്റൈസേഷൻ പൈപ്പ് ലൈൻ പദ്ധതിയിലൂടെ പൊതുസ്വത്തുക്കൾ ദീർഘകാല പാട്ടവ്യവസ്ഥയ്ക്ക് സ്വകാര്യ മേഖലയ്ക്ക് കൈമാറാനുള്ള പദ്ധതി രാജ്യത്തിൻ്റെ സുസ്ഥിരതയ്ക്ക് തന്നെ ഭീഷണിയായി മാറിയിട്ടുണ്ട്. റോഡുകൾ, റെയിൽവേ സ്റ്റേഷൻ, വിദ്യുത് ശക്തി എന്നീ മേഖലകളിൽ നേരിട്ടുള്ള സ്വകാര്യ നിക്ഷേപം വഴി നിലവിലുള്ള സർക്കാർ സ്ഥാപനങ്ങൾ സ്വകാര്യ സ്ഥാപനങ്ങൾക്ക് ഏറ്റെടുക്കാനാവും. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളത്തിൽ സംസ്ഥാനത്തിൻ്റെ നേട്ടങ്ങൾ എന്നും അഭിമാനകരമാണ്. ആരോഗ്യ വിദ്യാഭ്യാസ മേഖലയിലെ നേട്ടങ്ങൾക്കൊപ്പം ഭവന നിർമ്മാണം, പൊതുവിതരണം, വികേന്ദ്രീകൃത അധികാര വിനിയോഗം തുടങ്ങിയ മേഖലകളിലെല്ലാം നമ്മുടെ കേരളം മറ്റു സംസ്ഥാനങ്ങൾക്ക് മാതൃകയായിരുന്നു. കേരളത്തിൻ്റെ സുസ്ഥിര വികസനം വികസിത രാജ്യങ്ങളുടേതിന് തുല്യമായാണ് ഉയർത്തപ്പെട്ടത്. വികസിത രാഷ്ട്രങ്ങളായ US, ബ്രിട്ടൻ, ജർമ്മനി മുതലായ സമ്പന്ന രാഷ്ട്രങ്ങളിലടക്കം കോവിഡ് ബാധിച്ച് ചികിത്സ ലഭിക്കാതെ ലക്ഷങ്ങൾ മരിച്ചു വീണപ്പോൾ നമ്മുടെ കൊച്ചു കേരളത്തിൽ ഒരു രോഗിക്ക് പോലും ചികിത്സ കിട്ടാതിരുന്നില്ല. ഒരു മനുഷ്യനും ഓക്സിജൻ ലഭിക്കാതെ മരിച്ചു വീണില്ല. കോവിഡ് കാലഘട്ടത്തിൽ ആരംഭിച്ച സാമൂഹ്യ അടുക്കള എന്ന സംവിധാനവും ശ്രദ്ധേയമായിരുന്നു. സംസ്ഥാനത്ത് 64,000-ൽ കൂടുതൽ അതിദരിദ്ര ജനവിഭാഗങ്ങൾ ഉണ്ടെന്നാണ് കണക്കുകൾ വ്യക്തമാക്കിയിട്ടുള്ളത്. 2022 നവംബറോടുകൂടി അതിദാരിദ്ര്യത്തെ പൂർണ്ണമായും തുടച്ചു നീക്കാൻ കഴിയുന്ന പദ്ധതികളാണ് ഇടത് സർക്കാർ വിഭാവനം ചെയ്തിട്ടുള്ളത്. സാമ്പത്തിക നീതി ഉറപ്പുവരുത്തി മതനിരപേക്ഷത ജനാധിപത്യത്തെ സംരക്ഷിച്ച് ജനങ്ങൾക്ക് സമാധാനപൂർണമായ ജീവിതം പ്രദാനം ചെയ്യാൻ ലോക്സഭയിലേക്ക് ഇടതുമുന്നണി സ്ഥാനാർത്ഥികൾ വൻ ഭൂരിപക്ഷത്തോടെ വിജയിക്കേണ്ടത് കേരളത്തിൻ്റെ മാത്രമല്ല, രാജ്യത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ അനിവാര്യമാണ്.